എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ലൈം ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്കും അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ലെമൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഈ ലെമൺ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സീഡ്സൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. അല്ലെങ്കിൽ നമ്മൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് കയ്പ്പ് രസം വരും. ഇപ്പോൾ ഞാനെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാരങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നെങ്കിൽ ഇതുപോലെ മുഴുവനായിട്ട് നാരങ്ങ എടുക്കുക, അല്ലെങ്കിൽ ജ്യൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ ജ്യൂസ് അടിച്ചിട്ട് ഉടനെ തന്നെ കുടിക്കണം, അല്ലെങ്കിൽ കയ്പ്പ് രസം ഉണ്ടാവും. അതേസമയം ജ്യൂസായിട്ട് ചേർക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല. ഇനി നമുക്കിതിലേക്ക് വളരെ കുറച്ച് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ആദ്യമേ നമ്മൾ കുറേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കണ്ട, അങ്ങനെ വരുമ്പോൾ ഈ നാരങ്ങയൊന്നും നന്നായിട്ട് അടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഇഞ്ചി, അതുപോലെ ഏലക്ക, പച്ചമുളക്, മിൻറ്റ് ലീഫ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഇതിലേക്ക് ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഇനി ഞാനിതിലേക്ക് പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. വളരെ ഈസിയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ടോട്ടൽ ഒരു 1/2 കപ്പിന് മേലെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിന് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിന് നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്കിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.